നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി അവരുടെ ആ ഒരു മധുവിധു, ആ ഒരു രസത്തെക്കുറിച്ച്, മധുവിധുവിന്റെ രസങ്ങളെ കുറിച്ച് പറയാണ് 10ാമത്തെ ശ്ലോകത്തിൽ. നവ സമാഗമ ലജ്ജിത മാനസാം പ്രണയ കൗതുക ജൃംഭിത മന്മഥാം അരമയഃ അരമയഃ ഖലു നാഥ യഥാസുഖം രഹസി താം ഹസിത അംശു ലസന്മുഖീ ഹസിതാംശു ലസന്മുഖീ. നവസമാഗമം, പുതിയ പെണ്ണും പുതിയ ചെക്കനും. അപ്പൊ അതിന്റെ ആ ഒരു രസം, ആ മധുവിധുവിന്റെ ആ ഒരു രസം, ആ സമാഗമം, അതുകൊണ്ട് ലജ്ജിതമാനസ, മനസ്സിൽ അത്രയും ലജ്ജയോടുകൂടി, പ്രണയ കൗതുകം, എന്നാൽ അതേസമയം പ്രണയാർദ്രമായ മനസ്സോടും കൗതുകത്താലും, ജൃംഭിത മന്മഥാം, ആ ഒരു കാമവികാരം വർദ്ധിച്ചു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലുള്ള ആ രുക്മിണിയെ, ഹസിത അംശു ലസന്മുഖീം, നല്ല മന്ദഹാസപ്രഭ കൊണ്ട്, ലസന്മുഖി, തെളിഞ്ഞ മുഖം തെളിഞ്ഞു നിൽക്കുന്ന താം, ആ രുക്മിണിയെ, ഹേ നാഥ, അല്ലയോ ഗുരുവായൂരപ്പ, രഹസി, വളരെ രഹസ്യമായി, അതായത് മണിയറയിൽ ചെന്നിട്ട്, യഥാസുഖം, അവളെ വേണ്ട രീതിയിൽ, അരമയഃ, അങ്ങ് രസിപ്പിച്ചുവല്ലോ, അരമയഃ ഖലു. അപ്പൊ ഇതും മേൽപ്പത്തൂരിന്റെ ഒരു സ്വതന്ത്ര ഭാവനയായിട്ടാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും പുതുപെണ്ണും പുതുചെക്കനുമായിട്ടുള്ള ആ ഒരു മധുവിധുവിന്റെ രസം പറയാണ്. അങ്ങനെ കാമവികാരത്താൽ വർദ്ധിച്ച്, അതേസമയം പുതുതായി കല്യാണം കഴിച്ചതുകൊണ്ടുണ്ടാകുന്ന ഒരു ലജ്ജയും, അങ്ങനെ സന്തോഷകരമായിട്ടുള്ള അവരുടെ ആ ഒരു വിവാഹ ജീവിതം തുടങ്ങി എന്ന് പറയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ശ്ലോകം 10. നവസമാഗമലജ്ജിതമാനസാം പ്രണയ കൗതുകജൃംഭിതമന്മഥാം അരമയ ഖലു നാഥ യഥാസുഖം രഹസിതാം ഹസിതാംശുലസന്മുഖീ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. ഗുരുക്കന്മാരെയും പിതൃക്കളെയും ഓർക്കുന്നു. വ്യാസഭഗവാനെയും ഭട്ടപാത്രയും നമസ്കരിക്കണം. ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ദശകം 79, ശ്ലോകം 10. ഒരു ദാമ്പത്യത്തിലെ ഏറ്റവും സുന്ദരമായ ചില നിമിഷങ്ങൾ ആണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. രുക്മിണി കൃഷ്ണന്മാരുടെ വിവാഹം നടന്നു. അവരുടെ ആ ഒരു മധുവിധുകാലം അതിസുന്ദരമായി വർണ്ണിക്കുകയാണ് ഇവിടെ. ജീവിതം മുഴുവൻ തന്നെയും ആസ്വദിക്കാനുള്ളതായ നല്ല മനസ്സും നല്ല സങ്കല്പങ്ങളും നല്ല ചിന്തകളും നമുക്കുണ്ടാവണം. ആഘോഷിക്കേണ്ട എന്നും ആസ്വദിക്കേണ്ട എന്നും പറഞ്ഞിട്ടില്ല. വിവാഹ ജീവിതത്തിൽ തമ്മിൽ യോജിക്കണമെങ്കിൽ പല കേളികളും വേണ്ടി വരും. അതുകൊണ്ട് പ്രണയ കൗതുക രംഭിത മന്മഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുരാഗമുണ്ട്, അതികൗതുകമുണ്ട്, അതുപോലെ തന്നെ ശൃംഗാരരസമുണ്ട്, കാമകേളിയുണ്ട്,
എല്ലാം കൂടി ചേർന്ന് ആ രുക്മിണികൃഷ്ണന്മാരുടെ ദാമ്പത്യത്തിൻ്റെ അതിസുന്ദരമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് ലൗകിക ജീവിതത്തിലും നമുക്കറിയേണ്ടതാണ്. പിണങ്ങാനും ഇണങ്ങാനും ഒന്നിച്ച് കഴിയാനുള്ളതായ ആ ഒരു മനസ്സ് ദാമ്പത്യത്തിലുണ്ടാവണം. പിണങ്ങുകയും ചെയ്യും, ഇണങ്ങുകയും ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നും തന്നെ ശാശ്വതമായൊരു ശത്രുഭാവത്തിലേക്ക് പോവരുത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും വളരെ മനോഹരമായിട്ട് തന്നെ രുക്മിണീ ദേവിയെ ആനന്ദിപ്പിച്ചു. രുക്മിണീ ദേവി ഭഗവാനെ വേണ്ടതായ ശുശ്രൂഷയൊക്കെ ചെയ്ത് ഭഗവാന്റെ ഹിതം നോക്കി ആ ദാമ്പത്യത്തിൻ്റെ ശാന്തി സമാധാനത്തിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു. അവരുടെ ദാമ്പത്യം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിസുഖമായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ നമുക്കും ചെറിയൊരു അഹങ്കാരമൊക്കെ തോന്നിക്കൂടാന്നില്ല. എന്നെപ്പോലെ സുഖിയനാരാളത്, എന്താ ഒരു അവസ്ഥ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായ ചെറിയൊരു അഹങ്കാരം, എൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ്, എൻ്റെ സമ്പത്ത് കണ്ടിട്ടാണ് എന്നൊക്കെ തോന്നാൻ പലപ്പോഴും. പക്ഷേ ഈശ്വരനിശ്ചയമാണ് രണ്ട് ജീവാത്മാക്കൾ സമ്മേളിക്കുന്നത് കാരണം. അതുകൊണ്ടാണ് ഈശ്വരനാണ് നമ്മളെ യോജിപ്പിച്ചത് എന്ന ധാരണയിൽ ആ യോജിപ്പോടു കൂടി തന്നെ ദാമ്പത്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഒരു പ്രായം കഴിയുമ്പോൾ ഈ കാമവികാരങ്ങളും ശൃംഗാരലീലകളൊക്കെ അവസാനിക്കും. പിന്നെ വേണ്ടത് ഈശ്വരീയമായ പ്രേമഭാവം തമ്മിലുണ്ടാവണം. എന്നാൽ ദാമ്പത്യം സുഖമാണ്. അങ്ങനെ വേണ്ട പോലെ രുക്മിണിയെ രസിപ്പിച്ചും രമിപ്പിച്ചും കഴിച്ചുകൂട്ടിയെന്ന് ഒരുപാട് പറയുകയാണ് ഇവിടെ. അപ്പോൾ ദാമ്പത്യത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. രസകരമായിട്ട് തന്നെ നമുക്കും ഇപ്പോൾ കുട്ടികൾ വിവാഹം കഴിഞ്ഞു, അവർക്കൊരു മധുവിധം ആഘോഷിക്കാൻ പോകണമെന്ന് വെച്ചാൽ പൊക്കോട്ടെ, അവരാനന്ദിക്കട്ടെ, ആസ്വദിക്കട്ടെ. ചുമതലകൾ വന്നു തുടങ്ങുമ്പോഴാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയാണ് അവരിൽ പക്വത വരിക. അങ്ങനെ ദാമ്പത്യത്തിൽ പക്വത വന്നാൽ മാത്രമേ സമാധാനവും ശാന്തി ഉണ്ടാവുള്ളൂ. ആരോഗ്യപരമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും എല്ലാം കൊണ്ടും ഒരു സുഖമായ അവസ്ഥ വരണമെങ്കിൽ നല്ല മാനസിക പക്വത ഉണ്ടാവണം. അതൊക്കെ ആലോചിക്കേണ്ടതാണ്. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് വിചാരിച്ച് ഭാഗവത കഥയായാലും ഭഗവത് ലീലകളായാലും നമ്മളെ നേർവഴിക്ക് നയിക്കാനുള്ളതും കൂടിയാണ് എന്നോർത്ത് ശ്രീ ഗുരുവായൂരപ്പനെ നമുക്കെല്ലാവർക്കും നമസ്കരിക്കാം. ഹരിശരണം.